മകളോടൊപ്പമുള്ള ഗുരുവായൂരിലെ നൃത്താർച്ചന നടത്തിയിരുന്ന ദിവ്യ ഉണ്ണി സിനിമയിൽ നിന്ന് മാറിയപ്പോഴും നൃത്തലോകത്ത് സജീവമായിരുന്ന അവർ ഗിന്നസ് റെക്കോർഡ് പ്രകടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്നപ്പോൾ താരം പ്രതികരിച്ചിരുന്നില്ല. ചടങ്ങിൽ പങ്കെടുത്താനെത്തിയ ഉമാ തോമസ് എം.എൽ.എയുടെ വീഴ്ചയും പിന്നീടുള്ള സംഭവങ്ങളൊന്നും മലയാളികൾ ഇതുവരെ മറന്നിട്ടുമില്ല. പങ്കിടുന്ന പോസ്റ്റുകൾ താഴെയെല്ലാം ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ വരാറുണ്ട്. അന്ന് മുങ്ങിയ ആളാണ് ഇപ്പോൾ വീണ്ടും വന്നു എന്നാണ് ഡാൻസ് വീഡിയോ കണ്ടവരുടെ ചോദ്യങ്ങൾ. തന്നെ കാണുന്നവരോട് സംസാരിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തായിരുന്നു ദിവ്യയും മകളും പോയത്. ഐശ്വര്യ ഉണ്ണി അരുൺകുമാർ എന്നാണ് മോളുടെ പേര്. അവൾക്കിപ്പോൾ 6 വയസ്സേ ആയുള്ളൂ. 2 വർഷമായി അവൾ ഡാൻസ് പഠിച്ചു തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷം മോളുടെ അരങ്ങേറ്റം ഇവിടെയായിരുന്നു. ഞാനിവിടെ 3 തവണയാണ് വന്നത്. മോൾ രണ്ടാമത്തെ തവണ. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഭഗവാന്റെ കാരുണ്യമാണ്. കാളിയമർദ്ദനം ചെയ്തിരുന്നു. ഈ വർഷം ഇത് രണ്ടാമത്തെ തവണയാണ് ഇത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ഭഗവാന് വേണ്ടി ഓരോ തവണയും നൃത്തം ചെയ്യുന്നത് അത് നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ്. ഭഗവാൻ തന്നെ വിചാരിച്ചാൽ ഇവിടെ വരാനും നൃത്തം ചെയ്യാനും പറ്റൂ. അപ്പോൾ അതൊരു സന്തോഷം എല്ലാ വർഷം ഉണ്ടാവുമെന്ന ചോദ്യത്തിന് ഭഗവാനെ വിളിച്ചാൽ അവസരം ലഭിച്ചാൽ തീർച്ചയാകും എന്നായിരുന്നു ദിവ്യ ഉണ്ണിയുടെ മറുപടി. മകളുടെ ഡാൻസിനെ വിമർശിച്ചുള്ള കമന്റുകൾക്കും വീഡിയോയ്ക്കും താഴെയുള്ള 2 വർഷം ഡാൻസ് പഠിക്കുന്ന കുഞ്ഞ് ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? 1 മാസം പഠിച്ചോ ഇതിനും നല്ലതായി കളിക്കും. 2 മാസത്തെ പരിശീലനം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അമ്മയെപ്പോലെ തന്നെ മകളും അഹങ്കാരിയാണ്. അമ്മ സംസാരിക്കുമ്പോൾ മകൾ എന്തൊക്കെയോ കാണിക്കാൻ തുടങ്ങിയെന്നും കമന്റ് ബോക്സ് മുഴുവൻ വിമർശനങ്ങളാണ്. 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെക്കുറിച്ചാണ് പറയുന്നത്. ബോധ്യം പോലും ഇല്ലാതെയാണ് പലരും വിമർശിക്കുന്നത്. വളർന്നു വരുന്ന കുഞ്ഞാണ്. അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് തുടങ്ങിയ ദിവ്യയും മകളെയും അനുകൂലിച്ചുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെയുണ്ട്. അപ്പോൾ അതുപോലെ ഇത്തവണയും കലാഭവൻ നായികയെ അഭിനയിക്കാൻ വിസമ്മതിച്ചതിനെ കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. അന്നും മണിയുടെ നായികയാവില്ലെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ എവിടെ എത്തി? സിനിമയിൽ തന്നെ കാണാറില്ലേ എന്നിങ്ങനെ കമന്റുകൾ. പക്വതയില്ലാത്ത പ്രായത്തിലെ തീരുമാനം, അതിലെ കുറ്റബോധം തോന്നിയതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് ഈ വിഷയത്തിൽ കുറിച്ച് പറഞ്ഞ് അവരെ അപമാനിക്കുന്നത് എന്നാണ് ചിലരുടെ ചോദ്യം.